പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം ശ്രീ കെ ജയകുമാർ. നമസ്കാരം ശ്രീ കെ ജയകുമാർ, ഞാനിപ്പോൾ ഒരു പ്രേക്ഷകനൊരു മെസ്സേജ് വായിക്കുകയായിരുന്നു. അങ്ങ് ആദ്യം സിനിമാ ലോകത്തേക്ക് പാട്ടുമായിട്ടെത്തുന്ന സമയത്ത് എഴുതിയ പാട്ടുകളിൽ ഒന്ന് ഭദ്രദീപം എന്ന സിനിമയിലെ ഒരു പാട്ടായിരുന്നു അത്രേ. അതിൽ മന്ദാരമണമുള്ള കാറ്റ് എന്ന് മറ്റോ തുടങ്ങുന്നൊരു പാട്ടിൽ ഒരു വരിയുണ്ടത്രേ, സന്ദേശവാഹകനല്ലോ എന്നാണ് ആ പാട്ടിൻ്റെ ഒരു വരി. ഒരു പ്രേക്ഷകൻ എഴുതി അയച്ചൊരു മെസ്സേജാണ്. ഞാനത് നേരിട്ട് ആ പാട്ട് കേട്ടിട്ടില്ല. പക്ഷേ അതിലെ ഒരു വാചകം എനിക്കിഷ്ടപ്പെട്ടു. ഒരു സന്ദേശവാഹകനല്ലേ എന്ന് തോന്നുന്ന രീതിയിലാണോ ഈ നിയമനം? അങ്ങനെ തന്നെ ധരിക്കാം. നല്ല വാർത്തയുടെ സന്ദേശവാഹകനായിട്ട് രൂപാന്തരപ്പെടാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണല്ലോ അങ്ങ്. നേരത്തെ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വരുമ്പോഴും ദേവസ്വം കമ്മീഷണറായിട്ട് വരുമ്പോഴും ഒക്കെ സ്പെഷ്യൽ കമ്മീഷണറായിട്ടൊക്കെ വരുന്ന സമയം കുറച്ച് കലുഷിതമാണെങ്കിലും പക്ഷേ അത് ഇത്ര കണ്ട് രൂക്ഷമോ ഇത്ര കണ്ടൊരു പ്രതിസന്ധിയിലോ ആയൊരു കാലഘട്ടത്തിലല്ല അങ്ങിപ്പോൾ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. വെല്ലുവിളിയല്ലേ സ്വാഭാവികമായും? വളരെ വലിയ വെല്ലുവിളിയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. കലുഷിതം എന്നുള്ള വാക്ക് ശരിയായിരിക്കാം. ഇപ്പോൾ ശബരിമലയെ പറ്റി പൊതുജനമധ്യത്തിൽ തന്നെ കുറച്ച് തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ തെറ്റല്ല, വളരെ മോശപ്പെട്ട ആശയങ്ങളെല്ലാം പ്രചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് നമുക്ക് പറയാവുന്നത് തന്നെയാണ്. ഇത് മാറ്റിയെടുക്കണമല്ലോ. ദേവസ്വം ബോർഡിനെ കുറിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ മാറ്റങ്ങൾ അതൊക്കെ മാറ്റിയെടുത്ത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു ശബരിമലയാക്കി ഇതിനെ മാറ്റണം, ദേവസ്വം ബോർഡാക്കി മാറ്റണം. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നെനിക്ക് തോന്നുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം നമുക്ക് വീണ്ടെടുക്കണം. ആ വീണ്ടെടുക്കാനുള്ള നടപടികൾ ക്രമാനുഗതമായിട്ട് അവിടെ നടപ്പിലാക്കി അതിനുവേണ്ട സിസ്റ്റംസൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ കൂടുതൽ സുതാര്യത ഉണ്ടാവുക. ടെക്നോളജി നമുക്ക് എത്രത്തോളം ലിവറേജ് ചെയ്ത് തീരുമാനങ്ങൾ സുതാര്യമാക്കാനും ഒബ്ജക്റ്റീവാക്കാനും ഒക്കെ സാധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആയിട്ടില്ല. ഞാനിവിടെ പോയില്ല, പേപ്പർ കിട്ടിയില്ല, ചാർജ് എടുത്തില്ല. അതൊക്കെ മറ്റൊരു അവസരത്തിൽ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഏറ്റവും മുൻഗണന എന്നുള്ളത് 17-ാം തീയതി ആരംഭിക്കുന്ന തീർത്ഥാടന കാലം ഭംഗിയായിട്ട് നടക്കണം. ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു ഇടയില്ലാതെ വരുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് വളരെ ഭംഗിയായി സന്തോഷത്തോടെ അയ്യപ്പനെ കണ്ട് തൊഴുത് വളരെ വൃത്തിയായി അവിടെ വന്ന് പോകാൻ സാധിക്കണം. അവരെ ആരും ചൂഷണം ചെയ്യുന്നില്ല എന്നുള്ള വിചാരത്തോടു കൂടി പോകാൻ സാധിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത് അയ്യപ്പന് ഭക്തന്മാർ പ്രതീക്ഷിക്കുന്നത്, ശബരിമലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് തന്നെയാണ്. അത് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വെല്ലുവിളി. അതിനുശേഷം ബോർഡിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ പരിഷ്കാരങ്ങൾ വേണം എന്നുള്ളതും നമുക്കതിന് ശേഷം ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അതിനെപ്പറ്റി പറയുന്നത് ഉചിതമായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. ശരിയാണ്, തീർച്ചയായിട്ടും.